ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ എല്ലാവരും വായിച്ചു നോക്കിയോ? കവിതയൊക്കെ മനസ്സിലായോ? ഇനി നമുക്ക് തേർഡ് ചാപ്റ്ററിലേക്ക് പോവാം. തേർഡ് ചാപ്റ്ററിൻ്റെ പേരാണ് റീന കാ ദിൻ, റീനയുടെ ദിവസം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയാണ് നിങ്ങൾ ചിലവഴിക്കാറ്? പലരും പല രീതിയിലാണല്ലേ. അപ്പം നമുക്ക് റീനയുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് റീന. हर दिन रीना सुबह जल्दी उठती है. हर दिन എല്ലാ ദിവസവും റീന സുബ ജൽദി ഉഠ്തി ഹേ. സുബ എന്ന് പറഞ്ഞാൽ രാവിലെ, ജൽദി നേരത്തെ, ഉഠ്തി ഹേ ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ നേരത്തെ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഉഠ്തി ഹേ എണീക്കും. അപ്പോൾ റീന എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീക്കും. എന്നിട്ടോ उठकर बिस्तर को टेक से लगाती है. उठकर എണീച്ചതിന് ശേഷം ബിസ്തർ എന്ന് പറഞ്ഞാൽ ബെഡ്, ബിസ്തർ കോ ടേക്ക് സെ ശരിയാക്കി ലഗാത്തി ഹേ. അപ്പോൾ ബെഡൊക്കെ നന്നായി വിരിച്ച് വൃത്തിയാക്കി വെക്കും. നിങ്ങളെല്ലാവരും എണീച്ചപാടെ ബെഡൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ടോ? അപ്പോൾ റീന എല്ലാ ദിവസവും നേരത്തെ എണീച്ച് അതിനുശേഷം ബെഡൊക്കെ വൃത്തിയാക്കി വെക്കാറുണ്ട്. नीम की दातून से अपने दांत साफ करती है. നീം എന്ന് പറഞ്ഞാൽ നീം എല്ലാവർക്കും അറിയാലോ അല്ലേ. നീം കി ദാത്തൂൻ സേ, അതിൻ്റെ നീമിൻ്റെ ചില്ലകളിൽ ഉപയോഗിച്ചിട്ടുള്ള ബ്രഷ് കൊണ്ട്, നീമിൻ്റെ ചെറിയ കൊമ്പുകൊണ്ട് കൊണ്ടുള്ള ബ്രഷ്, നീം കി ദാത്തൂൻ സേ അപ്നെ ദാന്ത് അവളുടെ പല്ലുകൾ, ദാന്ത് എന്ന് പറഞ്ഞാൽ പല്ല്, സാഫ് കർത്തി ഹേ വൃത്തിയാക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ നീമ ചെയ്യുക? നീമിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ട് പല്ലൊക്കെ നന്നായി വൃത്തിയാക്കും. സാബൂൻ സെ നഹാക്കർ റീന സ്വച്ഛ കപ്പടെ പഹൻതി ഹേ. സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ്, സാബൂൻ സോപ്പ്. നഹാക്കർ റീന, നഹാന എന്ന് പറഞ്ഞാൽ കുളിക്കുക, നഹാക്കർ എന്ന് പറഞ്ഞാൽ സാബൂൻ ഉപയോഗിച്ച് കുളിച്ച്, സ്വച്ഛ കപ്പടെ, സ്വച്ഛ് എന്ന് പറഞ്ഞാൽ ക്ലീൻ. അപ്പോൾ സ്വച്ഛ് കപ്പടെ നല്ല ക്ലീൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ, കപ്പടെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സ്, പെഹൻതി ഹേ. അപ്പോൾ പല്ല് തേച്ചതിന് ശേഷം സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായി കുളിച്ചിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കും. वह अपने बाल में तेल लगाकर कंघी करती है. वह अपने बाल അവളുടെ മുടി, ബാൽ എന്ന് പറഞ്ഞാൽ മുടി, മേ തേൽ ലഗാക്കർ മുടിയിൽ, തേൽ എണ്ണ, ലഗാക്കർ തേക്കുക, എണ്ണ തേച്ചിട്ട്, കങ്കി കർത്തി ഹേ നന്നായിട്ട് ബ്രഷ് ചെയ്യും. നമ്മൾ ചീർപ്പ് ഉപയോഗിച്ച് നന്നായി മുടി ചെയ്യില്ലേ, അതാണ് പറയുന്നത്. അപ്പോൾ കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ചതിന് ശേഷം മുടിയിലൊക്കെ എണ്ണ തേച്ചിട്ട് നല്ല വൃത്തിയായി മുടി ചീകി കെട്ടിവെക്കും. റീന മാക്കെ ബനായേ, റീന മാക്കെ ബനായി എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കിയ പരാട്ടെ ഓർ സബ്ജി, പരാട്ടയും കറിയും ആനന്ദ് കെ സാത്ത് ഖാത്തി ഹേ ഭയങ്കര സന്തോഷത്തോടെ, ആനന്ദ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ആനന്ദ് കെ സാത്ത് ഖാത്തി ഹേ കഴിക്കും. അപ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന പരാട്ടയും സബ്ജിയും സന്തോഷത്തോടെ കഴിക്കും. റീന മാ കെ ഗല ലഗ്തി ഹേ और फिर സ്കൂൾ ജാത്തി ഹേ. അപ്പോൾ റീന അമ്മയെ ഹഗ് ചെയ്യും അല്ലേ. മാക്ക് ഗലയിലെത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയെ കെട്ടിപ്പിടിക്കും, അമ്മയെ ഹഗ് ചെയ്തിട്ട്, ഓർ ഫിർ അതിന് ശേഷം, ഫിർ എന്ന് പറഞ്ഞാൽ ദെൻ, അതിന് ശേഷം സ്കൂൾ ജാത്തി ഹേ സ്കൂളിൽ പോകും. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തതിന് ശേഷം സ്കൂളിലേക്ക് പോകും. സ്കൂൾ കെ രാസ്തേമേ, സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ, രാസ്ത എന്ന് പറഞ്ഞാൽ വഴി, റീന അപ്നി സഹേലി ദീപ സെ മിൽത്തി ഹേ. റീന അപ്നി സഹേലി അവളുടെ ഫ്രണ്ട് ദീപ സെ മിൽത്തി ഹേ. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ആരെയാ കാണുക? അപ്നി ദോസ്ത് അല്ലെങ്കിൽ അപ്നി സഹേലി ദീപ സെ മിൽത്തി ഹേ, ദീപ. ദോനോ ഏക് ദൂസരെ സെ സുപ്രഭാത് കർത്തി ഹേ. രണ്ടുപേരും ദോനോ ഏക് ദൂസരെ സെ സുപ്രഭാത് കർത്തി ഹേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുപ്രഭാത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ എന്താ പറയുക?
രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറയില്ലേ, അതേപോലെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, സുപ്രഭാത്, ഗുഡ് മോർണിംഗ്. और हंसती खेलती ചിരിച്ച് കളിച്ച് സ്കൂൾ ജാത്തി ഹേ, സ്കൂളിലേക്ക് പോകും. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴി ഫ്രണ്ട് ദീപയെ കാണും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുപ്രഭാത് പറഞ്ഞ് അതിനുശേഷം കളിച്ച് ചിരിച്ച് സ്കൂളിലേക്ക് പോകും. स्कूल में प्रार्थना के बाद, സ്കൂളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം, പ്രാർത്ഥനയ്ക്ക് ബാദ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം റീന അപ്നി കക്ഷാമേ ജാത്തി ഹേ, റീന അപ്നി കക്ഷാമേം അവരുടെ ക്ലാസ്സിൽ പോകും, ക്ലാസ്സിലേക്ക് പോകും പ്രാർത്ഥനയ്ക്ക് ശേഷം. അപ്പോൾ സ്കൂളിലെത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്വന്തം ക്ലാസ്സിലേക്ക് പോകും. ജैसे ही अपने अध्यापिका कक्षा में आती है सभी बच्चे खड़े हो जाते हैं और नमस्ते करते हैं. ഇങ്ങനെയാണ് അധ്യാപിക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ ടീച്ചർ കക്ഷാമേ ആത്തി ഹേ, ക്ലാസ്സിലേക്ക് വന്നാൽ. അപ്പോൾ ക്ലാസ്സിലേക്ക് ടീച്ചർ വന്ന ഉടനെ, ജैसे ही ക്ലാസ്സിലേക്ക് ടീച്ചർ വന്ന ഉടനെ സബി ബച്ചേ ഖഡേ ഹോ ജാത്തെ ഹേ, എല്ലാ കുട്ടികളും, സബി ബച്ചേ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഖഡേ ഹോ ജാത്തെ ഹേ, ഖഡേ ഹോ ജാത്തെ ഹേ എന്ന് പറഞ്ഞാൽ എണീച്ച് നിൽക്കും. ഓർ നമസ്തേ കർത്തേ ഹേ, ഇപ്പോൾ ടീച്ചറോട് എന്താ പറയുക, നമസ്തേ കർത്തേ ഹേ. അധ്യാപിക ഭീ, അധ്യാപികയും മുസ്കുരാത്തി ഹുയി, മുസ്കുരാത്തി എന്ന് പറഞ്ഞാൽ ചിരിക്കുക, മുസ്കുരാത്തി ഹുയി ചിരിച്ചുകൊണ്ട് നമസ്തേ കർത്തി ഹേ. അപ്പോൾ ടീച്ചറും തിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയും. നിങ്ങളുടെ ക്ലാസ്സിൽ എങ്ങനെയാണ്, നിങ്ങൾ ക്ലാസ്സിൽ ഓരോ ടീച്ചേഴ്സ് വരുമ്പോൾ എണീച്ചെന്ന് ഗുഡ് മോർണിംഗ് മാം എന്ന് പറയില്ലേ, അപ്പോൾ ടീച്ചർ എന്താ പറയുക, തിരിച്ചുകൊണ്ട് പറയില്ലേ നിങ്ങളോട് ഗുഡ് മോർണിംഗ്. അതേപോലെ ഇവിടെ ക്ലാസ്സിൽ എന്താ പറയുക, എല്ലാ കുട്ടികളും നമസ്തേ ടീച്ചർ എന്ന് പറയും. ടീച്ചറും ചിരിച്ചുകൊണ്ട് എന്ത് പറയും, നമസ്തേ എന്ന് പറയും. അതിനുശേഷം റീന സ്കൂൾ മേ മൻ ലഗാക്കർ പഠായി കർത്തി ഹേ, നന്നായി ശ്രദ്ധിച്ച് മൻ ലഗാക്കർ, നല്ല കോൺസെൻട്രേഷനോടെ നല്ല ശ്രദ്ധയോടെ പഠായി കർത്തി ഹേ, നന്നായി പഠിക്കും, പഠായി കർത്തി ഹേ. वो अपने सहेलियों के साथ खेलती है और थोड़ी शरारत भी करती है. वह अपनी സഹേലിയോं के साथ, സഹേലിയോ എന്ന് പറഞ്ഞാൽ ആരാ, നേരത്തെ പറഞ്ഞു ഫ്രണ്ട്സാണ് അല്ലേ, അപ്പോൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഖേൽത്തി ഹേ, കളിക്കാറുണ്ട്. ഓർ ധോടി ശരാർത്തി ബി കർത്തി ഹേ, ശരാർത്തി എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് വികൃതികൾ, കുറച്ച് കുസൃതികളൊക്കെ കളിക്കും. അതിനുശേഷം സ്കൂളൊക്കെ കഴിഞ്ഞ് ഘർ ആക്കർ വ ഹാത്ത് മുഹ് ധോത്തി ഹേ, ഘർ ആക്കർ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കൈയും മുഖവും, ഹാത്ത് മുഹ് ധോത്തി ഹേ, കൈയും മുഖമൊക്കെ നന്നായി വാഷ് ചെയ്യും. फिर वह अपनी स्कूल की सभी बातें अपने परिवार को बताती है. ഇപ്പോൾ സ്കൂളിൽ നടന്ന എല്ലാ കഥകളും अपने परिवार को, വീട്ടിലുള്ള ഫാമിലിയിലുള്ള എല്ലാവർക്കും ബതാത്തി ഹേ, പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ചെയ്യാറുണ്ടോ, സ്കൂളിലത്തെ കഥകളൊക്കെ വീട്ടിൽ വന്നിട്ട് പറയാറുണ്ടോ? അപ്പോൾ എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കും. റീന अपने प्यारे से छोटे भाई के साथ भी खेलती है. അപ്പോൾ റീനയ്ക്ക് ആരാ ഉള്ളത്, ഒരു ചോട്ടെ ബായ്, ഒരു യങ്ങർ ബ്രദർ ഉണ്ട്. ആ യങ്ങർ ബ്രദറിൻ്റെ കൂടെയും വീട്ടിൽ വന്നിട്ട് ഖേൽത്തി ഹേ, കളിക്കും. റീന കോ രാത് കോ ജൽദി ഹി നീന്ത് ആ ജാത്തി ഹേ, റീന കോ രാത് കോ ജൽദി, രാത്രി പെട്ടെന്ന് നീന്ത് എന്ന് പറഞ്ഞാൽ ഉറക്കം വരും, ഉറക്കം ആ ജാത്തി ഹേ വരും. അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴാണ് കിടന്നുറങ്ങുക, രാത്രി 10 മണിക്കാണോ 9 മണിക്കാണോ, അതോ കുറേ ലേറ്റായിട്ടാണോ? എന്തായാലും നമ്മുടെ റീനയ്ക്ക് പെട്ടെന്ന് ഉറക്കം വരും. ദാദി പ്യാർ സെ റീന കോ ശുഭരാത്രി कहकर സുലാ ദേത്തി ഹേ. എങ്ങനെയാണ്, ദാദി സ്നേഹത്തോടെ റീനാക്കോ ശുഭരാത്രി, നിങ്ങൾ എന്താ ഉറങ്ങുന്നതിന് മുമ്പ് പേരൻസിനോട് പറയുക, ഗുഡ് നൈറ്റ് അല്ലേ, അത് തന്നെയാണ് ഹിന്ദിയിൽ എന്താ പറയുക, ശുഭരാത്രി कहकर സുലാ ദേത്തി ഹേ, ഉറക്കും. അപ്പോൾ ആരാ ഉറക്കുക, ദാദിയാണ്, ശുഭരാത്രി അല്ലേ. അപ്പോൾ ഈ കഥ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോയാലോ.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ എഴുതണം. നിങ്ങൾ 1ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് കറക്റ്റ് സെൻറ്റൻസിൽ ഇതിൻ്റെ ആൻസർ എഴുതി തരും. അപ്പം നിങ്ങൾ അത് പഠിക്കുക. അപ്പം ഇവിടെ ഞാൻ പുതിയ സെൻറ്റൻസസ് തരുന്നില്ല, അത് നിങ്ങൾ വെറുതെ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്താണെന്നും അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരേണ്ടതെന്നും നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ. रीना सुबह अपनी सहेली से मिलने पर क्या कहती है? रीना രാവിലെ സുബ അപ്നി സഹേലി കോ മിൽനെ പർ അവളുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ എന്താണ് പറയുക? ക്യാ കഹത്തി ഹേ. എന്തായിരുന്നു പറയാന്ന് ഓർമ്മയുണ്ടോ? അവളുടെ ഫ്രണ്ടിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ എന്താ പറയുക? സുപ്രഭാത്. നിങ്ങൾ എന്താ പറയുക? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തന്നെയാണ് സുപ്രഭാത്. അപ്പോൾ പറയേണ്ടത് റീന സുബ അപ്നി സഹേലി സെ മിൽനെ പർ. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്യാ എന്ന് പറഞ്ഞാൽ എന്ത്, വാട്ട്, അതാണ് ഇവിടെ. അപ്പോൾ ക്യാ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ഈ ഫുൾ സെൻറ്റൻസ് അതുപോലെ എഴുതിയിട്ട് ക്യാ മാത്രം മാറ്റിയിട്ട് അവിടെയാണ് നിങ്ങളുടെ ആൻസർ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പം റീന സുബ അപ്നി സഹേലി സെ മിൽനെ പർ सुप्रभात कहती है. എങ്ങനെയാ? सुप्रभात कहती है. सेकंड क्वेश्चन, रीना की दादी रात को सोने से पहले रीना से क्या कहती है? അപ്പോൾ റീനയുടെ ദാദി രാത്രി ഉറങ്ങുന്നതിന് സോനേസെ പെഹലെ ഉറങ്ങുന്നതിന് മുമ്പ് റീനാസെ ക്യാ കഹത്തി ഹേ, എന്തായിരുന്നു റീനയോട് പറയാറ്? നിങ്ങൾ ഓർമ്മയുണ്ടോ? ശുഭ രാത്രി. അപ്പോൾ ഇതാണ് ആൻസർ. അതെങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? रीना की दादी रात को सोने से पहले रीना से क्या, ഇവിടെയും കണ്ടോ വാട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്യാ ഒഴിവാക്കിയിട്ട് ശുഭരാത്രി അവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഓക്കെ, അതേ ലൈൻസ് ഫുൾ എഴുതിയിട്ട് ക്യാ മാത്രം മാറ്റിയിട്ട് ആ ക്യായുടെ പകരം എന്തെഴുതണം? ശുഭരാത്രി കഹത്തി ഹേ. ഓക്കെ, എളുപ്പമല്ലേ പഠിക്കാൻ? അപ്പോൾ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കാം കേട്ടോ. അടുത്തത്, ആപ് ക്യാ കഹകർ ബഡോं का अभिवादन करते हैं? നിങ്ങൾ ആപ് ക്യാ കഹകർ ബഡോं का अभिवादन करते हैं. അപ്പം നിങ്ങൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മളെങ്ങനെയാണ് എന്ത് പറഞ്ഞിട്ടാണ് ക്യാ ക്വസ്റ്റ്യൻ അഗെയിൻ വന്ന ആപ്പ് നിങ്ങൾ ക്യാ നിങ്ങൾ എന്താ പറയൽ? നമസ്തേ ആണോ, അല്ലെങ്കിൽ പ്രണാം ആണോ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, അങ്ങനെ നിങ്ങൾ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ ഇപ്പോൾ പ്രണാം ആണെങ്കിൽ പ്രണാം കഹക്കർ ബഡോं का अभिवादन करते हैं. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന സമയത്ത് നിങ്ങൾ ഉത്തരങ്ങളും ഫുൾ ലൈൻ തന്നെ എഴുതണം. അങ്ങനെ നമ്മൾ എഴുതി പഠിക്കുമ്പോഴാണ് നമുക്ക് പിന്നെ ഇത് ഈസി ആയിട്ട് മാറുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലായല്ലോ ക്യാ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ആപ്പ് നിങ്ങൾ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉത്തരത്തിലും ആപ്പ് എന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആപ്പിന് പകരം ഞാൻ എന്ന് മാറ്റുക, ക്യായുടെ സ്ഥലത്ത് ഉത്തരവും കൊടുക്കുക. എന്താണ് നിങ്ങൾ, അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അത് ബാക്കിയെല്ലാം ക്വസ്റ്റ്യനിലുണ്ട്, അതൊന്നും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തത്, घर पर जब कोई അതിഥി ആത്തെ ഹേ. घर पर जब कोई അതിഥി ആത്തെ ഹേ, വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ, അതിഥി എന്ന് പറഞ്ഞാൽ ഗസ്റ്റ്, ആത്തെ ഹേ तो आप क्या कहकर अपनी उसका स्वागत करते हैं? സെയിം ക്വസ്റ്റ്യൻ ആണ്. അതായത് വീട്ടിൽ ആരെങ്കിലും, ഇപ്പം നേരത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബഡോം കാ അഭിവാദൻ, വലിയ ആൾക്കാരുടെ അഭിവാദൻ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി അടുത്തത്, ഘർ പർ കോയി അതിഥി ആത്തെ ഹേ, വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ ആപ്പ് ക്യാ കഹകർ ഉനക്കാ സ്വാഗത് കർത്തേ ഹേ. അപ്പോൾ ഇവിടെയും കണ്ടോ ആപ്പ് ക്യാ. അപ്പം നിങ്ങൾ എന്ത്, ഈ ഒരു ഇതുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആപ്പ്, അപ്പം ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ എന്തെഴുതണം? അപ്പം ക്യാ എന്ന് പറഞ്ഞാൽ ക്യാന് പകരം നിങ്ങൾ പ്രണാം എന്നാണെങ്കിൽ പ്രണാം എന്ന് എഴുതുക, നമസ്തേ എന്താണോ നിങ്ങൾക്ക് എഴുതേണ്ടത് അത് അവിടെ എഴുതുക. പിന്നെ മേക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ എന്ന് ആഡ് ചെയ്യുമ്പോൾ ഹേ നല്ല സാധാരണ ഹൂം എന്നാണ് എഴുതുക. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പോഴത്തെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നിങ്ങളുടെ ടീച്ചർ എന്താണോ ലൈൻസ് എഴുതി തരുന്നത് അത് മാത്രം പഠിക്കുക. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക, എവിടെയാണോ ക്വസ്റ്റ്യൻ വേർഡ് വരുന്നത് അവിടെ മാത്രം റീപ്ലേസ് ചെയ്താൽ മതി കേട്ടോ.
अगर आपको रास्ते में कोई परिचित जन मिल जाए तो आप क्या कहते हैं? അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് രാസ്തേമേം വഴിയിൽ കോയി പരിചിത് ജൻ ഏതെങ്കിലും പരിചയമുള്ള ഒരാളെ കാണുമ്പം നിങ്ങൾ എന്താ പറയുക അവരുടെ അടുത്ത്? ക്യാ കഹത്തെ ഹേ? അതെ, അവരോടും ഇതേപോലെ തന്നെ നിങ്ങൾ സമയത്തിനനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അല്ലെങ്കിൽ നമസ്തേ, ശുഭരാത്രി, ശുഭദിൻ, അങ്ങനെ പലതും പറയും. അപ്പം നിങ്ങൾ അങ്ങനെ അത് മാത്രം എഴുതുക കേട്ടോ. നെക്സ്റ്റ്, पता कीजिए कि अपना सहपाठियों के घर पर അഭിവാദൻ കേസെ കത്തെ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മുഴുവനായിട്ട് നമുക്ക് മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ അഭിവാദൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ കാണുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക അവരുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് എല്ലാവരും വെൽക്കം ചെയ്യുന്നത്, എല്ലാവരും എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. ओके, अब नेक्स्ट वन, अभिनय सहित समझाइए कि आप. അപ്പം നിങ്ങൾ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് ആക്ട് ചെയ്തിട്ട് കാണിക്കാം. നോക്കാം, നിങ്ങൾ ആക്ട് ചെയ്യില്ലേ? അപ്പം ഞാൻ പറയാം, നിങ്ങളപ്പം ആക്ട് ചെയ്യണം കേട്ടോ. മഞ്ചൻ കൈസെ കർത്തേ ഹേ. മഞ്ചൻ എന്ന് പറഞ്ഞാൽ ബ്രഷ് ചെയ്യുക, പല്ല് വയ്ക്കുക. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ പല്ല് വയ്ക്കുക? വേഗം ആക്ട് ചെയ്തോളൂ. നെക്സ്റ്റ്, कैसे नहाते हैं. എങ്ങനെയാണ് കുളിക്കുന്നത്? ബാൽ കൈസെ ബനാത്തെ ഹേ. നിങ്ങൾ എങ്ങനെയാണ് മുടി കെട്ടുക? വേഗം 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 ആക്ട് ചെയ്തോളൂ. ഖാന കൈസെ ഖാത്തെ ഹേ. എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുക? ഹാത്ത് കൈസെ ധോത്തെ ഹേ. അതിനുശേഷം കൈ കഴുകണ്ടേ? എങ്ങനെയാണ് കൈ കഴുകുക? കൈസെ സോത്തെ ഹേ. എങ്ങനെയാണ് ഉറങ്ങുക? അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഇതൊക്കെ ആക്ട് ചെയ്തിട്ട് കാണിക്കുക കേട്ടോ. ഇനി ഖേൽ ഖേൽ മേം. എന്താ ഇവിടെ എല്ലാവരും ഇരുന്ന് കളിക്കുന്നത്? നമുക്ക് നോക്കാം എന്താ കളിയെന്ന്. മിട്ടി സെ ഘർ ഘർ ഖേൽ ഖേൽ കെ ചീസോം ബനായേ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വീടുണ്ടാക്കി കളിക്കാറുണ്ടോ? മണ്ണ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു വീട് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അല്ലേ? അപ്പം നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു വീട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കളിക്കാൻ വേണ്ടി? നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം, അതിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാത്രങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ പല നിങ്ങൾ എന്താണോ കളിക്കുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മണ്ണ് ഉപയോഗിച്ച് നന്നായി മണ്ണ് കുഴച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇവിടെ ജേസെ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ചൂല, ഥാലി, കട്ടോരി ആദി. ഇവിടെ ചൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റൗ, ഇത് അവിടെ കണ്ടില്ലേ? ചൂല എന്ന് പറഞ്ഞാൽ സ്റ്റൗ, പിന്നെ ഥാലി എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾ, പിന്നെ കട്ടോരി കണ്ടോ പാത്രങ്ങൾ, കട്ടോരി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുകയാണ്. अब अपने मित्रों के साथ मिलाकर घर घर के लिए. അപ്പോൾ ഈ കുട്ടികൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യങ്ങളാണല്ലേ? അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും നന്നായി മണ്ണ് കുഴച്ചിട്ട് ഇതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി കളിക്കണം. ഓക്കെ, നെക്സ്റ്റ്, सबके घर रेखा खींचकर पशु पक्षियों को अपने घर तक पहुंचाइए. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ പശു പക്ഷിയാം എന്ന് പറഞ്ഞാൽ പക്ഷികളും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീടുകളും സൈഡുകളിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ലൈൻ വരച്ചിട്ട് അവരുടെയൊക്കെ അവരുടെയൊക്കെ വീട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് വൺ എന്താണ്? ഔളിന് എന്താ ഹിന്ദിയിൽ പറയുക? അതെ, ഉല്ലു. എവിടെയാണ് താമസിക്കുക? ഉല്ലു ഒന്നുകിൽ മരത്തിൻ്റെ പൊത്തിലാണ് താമസിക്കുക, അല്ലെങ്കിൽ മരത്തിൻ്റെ ഏതെങ്കിലും ചില്ലകളിലാണ് അല്ലേ? അപ്പം നമുക്കിവിടെ ഒരു മരപ്പൊത്തുണ്ട്, അപ്പം നമുക്ക് ഉല്ലുവിനെ വീട്ടിലെത്തിക്കാം. ഓക്കെ, നെക്സ്റ്റ്, ചിടിയ അല്ലെങ്കിൽ ബേർഡ്. ചിടിയയുടെ വീട് ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, ഇനി അടുത്തത് റാബിറ്റിന് എന്താ ഹിന്ദി പറയുക? ഖർഗോഷ്. പറഞ്ഞു നോക്കൂ, ഖർഗോഷ്. എവിടെയാണ് റാബിറ്റ് താമസിക്കുക? റാബിറ്റ് മണ്ണിൻ്റെ അടിയിൽ ഏതെങ്കിലും മണ്ണിൻ്റെ മാളത്തിലോ അല്ലെങ്കിൽ കുഴിയിലോ ആണ് താമസിക്കുക. അപ്പോൾ ഖർഗോഷിനെ നമുക്ക് വീട്ടിലെത്തിക്കാം. അതെ, നെക്സ്റ്റ് ആരാണ്? ഒരു പശുവാണല്ലേ, കൗവിന് എന്താ ഹിന്ദി പറയുക? ഗായ്. അതെ, ഗായിൻ്റെ വീടല്ലേ ഈ കാണുന്നത്. അപ്പം നമുക്ക് ഗായ്
ഗായിൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. ഇനി സ്ക്വിറൽ. സ്ക്വിറലിൻ്റെ ഹിന്ദി എന്താ? നിങ്ങൾക്കറിയോ സ്ക്വിറലിന് എന്താ ഹിന്ദിയിൽ പറയാന്ന്? സ്ക്വിറലിന് പറയാം ഗിൽഹരി. ഗിൽഹരി. ഗിൽഹരി എവിടെയാണ് താമസിക്കുക? അതെ, മരച്ചില്ലകളിലും ചെറിയ ചെറിയ പൊത്തുകളിലും ഒക്കെയാണല്ലേ. അപ്പം നമുക്ക് മരത്തിലേക്ക് അതിനെ കാണിക്കാം. അതെവിടെയാണോ താമസിക്കാൻ ഇഷ്ടമുള്ളത് അവിടെ പോയി താമസിക്കട്ടെ അല്ലേ. അപ്പോൾ മരത്തിലാണ് ഗിൽഹരി താമസിക്കുക. ലാസ്റ്റ് വൺ ഇസ് ഫിഷ്. ഫിഷിൻ്റെ ഹിന്ദിയാണ് മച്ഛലി. 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 മച്ഛലി എവിടെയാണ് താമസിക്കുക? മച്ഛലി പോണ്ടിലാണ് അല്ലെങ്കിൽ മച്ഛലി വെള്ളത്തിലാണ് താമസിക്കുക. അപ്പം നമ്മളെല്ലാത്തിനെയും അതിൻ്റെ വീട്ടിലെത്തിച്ചു. ഇനി നിങ്ങളുടെ ബുക്കിൽ നിങ്ങളും ഇതേപോലെ ചെയ്യണം കേട്ടോ. ചിത്രകാരി और लेखन. എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. आपको अपने घर में क्या क्या अच्छा लगते हैं और क्यों? आपको अपने घर में നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ क्या क्या अच्छा लगता है എന്തൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട്? ചിത്രോം കി സഹായതാസെ ബനായേ. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കിവിടെ ചിത്രം വരയ്ക്കാം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന ബെഡാണോ, അതോ ഫുൾ ടൈം കാർട്ടൂൺ കാണുന്ന TV ആണോ, അതോ നിങ്ങൾക്ക് നന്നായി ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളാണോ? അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതിൻ്റെ ചിത്രം ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടില്ലേ. അപ്പം നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ ബോക്സിൽ നിങ്ങൾ തന്നെ ചിത്രം വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം നിങ്ങൾ ഇവിടെ വരയ്ക്കണം. इन शब्दों में से आप अपने चित्र के लिए कुछ शब्द चुन सकते हैं. അപ്പോൾ ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും വരയ്ക്കാം. രസോയി. രസോയി എന്ന് പറഞ്ഞാൽ അടുക്കള, കിച്ചൺ. കമര, റൂം. വരാന്ത, വീടിൻ്റെ വരാന്ത. പിന്നെ ആങ്കൻ, വീടിൻ്റെ മുറ്റം. ഛജ്ജ. ഛജ്ജ എന്ന് പറഞ്ഞാൽ ബാൽക്കണി, വീടിൻ്റെ ബാൽക്കണിക്കാണ് പറയാം. പിന്നെ ഛത്. ഛത്ത് എന്ന് പറഞ്ഞാൽ ടെറസ്. മാ എന്ന് പറഞ്ഞാൽ അമ്മ. പിതാ അച്ഛൻ. ദാദി ഗ്രാൻഡ് മദർ. ദാദാ ഗ്രാൻഡ് ഫാദർ. കഹാനി സ്റ്റോറീസ്. ഖീർ പായസം. ദൂത് പാല് ആദി തുടങ്ങിയവ. അപ്പം നിങ്ങൾക്ക് ഇത് ഒരു ജസ്റ്റ് കുറച്ച് വേർഡ്സ് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തന്നതാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതല്ല, വേറെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ആ ചിത്രങ്ങൾ വരച്ചാൽ മതി കേട്ടോ. सोचिए और बताइए आप घर में कौन कौन से काम करते हैं? സഹി കാ ചിഹ്ന ലഗായേ. അതായത് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന സർക്കിളിൽ ടിക്ക് മാർക്ക് ചെയ്യാം. ഹാത്ത് ഹേ മേരെ ചോട്ടെ ചോട്ടെ കാം കരൂ മേ ബഡേ ബഡേ. എനിക്ക് ചെറിയ കൈകളുണ്ട്, പക്ഷെ ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യും. അതൊരു ചെറിയൊരു കവിതയാണ്. ഫസ്റ്റ് വൺ, ഭക്ഷണം കഴിക്കുന്നു. നിങ്ങൾ തനിയാണോ ഭക്ഷണം കഴിക്കുക? അതെ അല്ലേ. അപ്പം ടേക്ക്. നെക്സ്റ്റ്, നിങ്ങൾ ബുക്ക് വെക്കുന്നത് ടേബിളും ചെയറും എല്ലാം നന്നായി ക്ലീൻ ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ടേക്ക്. ഇനി നിങ്ങൾ സ്വന്തമായി പല്ല് തേക്കാറുണ്ടോ? പല്ല് തേക്കാണ്ട് സ്കൂളിൽ പോകാറുണ്ടോ? ഇല്ല അല്ലേ. അപ്പം ടേക്ക്. ഇനി നിങ്ങളുടെ മുടി നിങ്ങൾ സ്വന്തമായിട്ടാണോ ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് അമ്മ കെട്ടിത്തരാണോ ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ടാണെങ്കിൽ ശരിയെന്ന് ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററും ഇവിടെ കഴിയുകയാണ്. ചാപ്റ്ററൊക്കെ നന്നായിട്ട് വായിക്കണം, എക്സസൈസൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരെ ബായ്.